ഇന്നൊരു ഒന്നാം തരം ദിവസമായിരുന്നേ. കാരണം വീട്ടിലേക്ക് ഒരാൾ വീട്ടിലില്ലായിരുന്നു. ഞാനാണെങ്കിൽ ഡയലോഗ് അടിച്ചു പോയി. ഉച്ചക്കത്തേക്കുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കിക്കോളാം. അമ്മ ചെയ്ത് കണ്ട എന്തോ ഒരു പരിചയം വെച്ച് ഞാൻ ടൊമാറ്റോ റൈസ് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ സാധനങ്ങളെല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചപ്പോഴാണ് കറണ്ടില്ല. പിന്നെ ഷെൽഫിൽ നോക്കിയപ്പോൾ ചോപ്പർ ഇരിക്കുന്നു. അത് കണ്ട സന്തോഷത്തിന് ഞാൻ പിന്നെ കറണ്ടില്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് തന്നെ വലിയ ഡയലോഗൊക്കെ അടിച്ച് തക്കാളിയൊക്കെ എടുത്ത്, കാരണം തക്കാളി ജ്യൂസ് ആക്കി അതിനകത്ത് ഒഴിക്കണമല്ലോ. അപ്പം മിക്സി ഉണ്ടെങ്കിലെല്ലാം മര്യാദയ്ക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ ചോപ്പറിൽ എങ്ങനെയൊക്കെ ചട്ടി എടുത്ത് ചാറൊക്കെ ആക്കി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചു. പിന്നെ ഞാനാണെങ്കിൽ അപ്പം ഞാൻ വിചാരിച്ചൊരു മുട്ടയും കൂടെ ഉണ്ടാക്കിയൊന്ന് ത്രിബിൾ ചെയ്തിട്ട് നല്ല ഭംഗിയാവില്ല. അപ്പോൾ ഞാൻ അവർ കോൺഫിഡൻറ്റ് കാരണം മുട്ടയും ഒരു 3 എടുത്തു. മുട്ടയൊക്കെ എടുത്ത് നല്ല ചിക്കി കുരുമുളകും ചിക്കൻ മസാലയൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ട് നല്ല രീതിക്ക് അത് നല്ല മിക്സൊക്കെ ചെയ്തിട്ട് ഞാൻ പിന്നെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരിയൊക്കെ ഓൾറെഡി സെറ്റ് ചെയ്തിരിക്കുമായിരുന്നല്ലോ. അപ്പോൾ അരി നമ്മൾ ഓൾറെഡി ഏലക്കൊക്കെ ഇട്ട് ഒരു 2-3 ഏലക്ക ഇട്ടു. പിന്നെ അരി അതിനകത്ത് ഈ ബസ്മതി റൈസ് ആയിരുന്നു, അത് വേവിക്കാനിട്ടു. അങ്ങനെ അരിയൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ മാറ്റി വെച്ചു ഓൾറെഡി. പിന്നെ ആണെങ്കിൽ നമ്മൾ ഉള്ളി ഇട്ട് ഉള്ളി വഴഞ്ഞ ഒരു ഗോൾഡൻ യെല്ലോ കളർ ആയപ്പോഴത്തേക്കും പിന്നെ നമ്മുടെ ഉപ്പും കുരുമുളകും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും പിന്നെ നമ്മുടെ കുരുമുളക് പൊടി ആൻഡ് ചിക്കൻ മസാല അതെല്ലാം ഇട്ടു നല്ല രീതിക്ക്. പിന്നെ നമ്മൾ കഷ്ടപ്പെട്ട് അരച്ച് വെച്ച തക്കാളിക്ക് അതിലിട്ടു. ജ്യൂസ് തക്കാളി അത് മിക്സിയിൽ അടിക്കാൻ അത്രയും സെറ്റായില്ലെങ്കിൽ ഏകദേശമായി. പിന്നെ ഞാനെല്ലാം നല്ല വഴറ്റിയെടുത്തു. എന്നിട്ട് നമ്മുടെ ഉണ്ടാക്കിയ ചോറ് അതിലേക്ക് മിക്സ് ചെയ്തു. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ റൈസ് റെഡിയായി. അത് ഞാൻ വെറുതെ മിക്സ് ചെയ്തല്ല കേട്ടോ. ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചു. പിന്നെ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ബസ്മതി റൈസ് അതിലേക്ക് ഇട്ടിട്ട് പിന്നെ നമ്മളിപ്പോൾ തയ്യാറാക്കിയ ആ ഉള്ളിയുടെ മിക്സും കൂടി ഉള്ളി തക്കാളി മിക്സും കൂടി അതിനകത്ത് ഇട്ടിട്ട് നമ്മുടെ മുട്ടക്കുട്ടന്മാരെയും കൂടെ അതിനെ ഇട്ട് നല്ല മിക്സാക്കി സെറ്റാക്കി എടുത്തു. ഇത് അത്ര വലിയ പാടൊന്നുമില്ല കേട്ടോ, ഭയങ്കര സിമ്പിളാണ്. നമുക്കൊന്ന് സ്റ്റാർ ആവാൻ വേണ്ടി ഈ ഒരു സാധനം മതി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്.